മനോഹരമായിട്ടാണല്ലേ ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ. എല്ലാവരാലും തള്ളപ്പെട്ടു. ഡോക്ടർമാരും പറഞ്ഞു ഒരു കാര്യമില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരാലും തള്ളപ്പെട്ടാലും യേശു തള്ളത്തില്ല. ഹല്ലേലൂയ. യേശു സൗഖ്യദായകൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മുഴുവൻ മഹത്വവും. ഹല്ലേലൂയ. ആര് പ്രാർത്ഥിച്ചാലും യേശു സൗഖ്യമായാലല്ലേ സൗഖ്യമാവത്തുള്ളൂ. സൗഖ്യമാക്കണം അല്ലേ കർത്താവ്. ആര് പ്രാർത്ഥിക്കുന്നൊന്നും കാര്യമില്ല. ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും എൻ്റെ യേശുവിന്. ഹല്ലേലൂയ. ഇനി ആരെയും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു? സഞ്ജയ ചേച്ചി വന്നാട്ട്. ഹല്ലേലൂയ. താൻ ഒത്തിരി ഭാരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കേട്ടോ. അമ്മച്ചി പറയാൻ സ്ഥലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു തന്റെ ജീവിതത്തിൽ. വന്നാൽ എന്റെ ചേച്ചിയെ പോലെയാണ് കേട്ടോ. എപ്പോഴെന്ത് സങ്കടം വന്നാലും അമൃതേന്ന് പറഞ്ഞ് ഫോൺ വിളിക്കും, അപ്പൊ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് യേശുവിൽ. അല്ലയോ? വിശ്വാസമുണ്ട്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആപത്തിൽ നിന്ന് എന്നെ ദൈവം, അമൃത സിസ്റ്റർ കുടുംബവും പ്രാർത്ഥിച്ച് എന്നെ രക്ഷിച്ചു. വലിയൊരു ആപത്ത്, കടക്കെണിയിൽ, ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. അന്ന് വൈകുന്നേരം മരിക്കുമായിരുന്നു. ഞാൻ അമൃത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, സിസ്റ്റർ ഇനി ജീവിക്കാൻ എനിക്കൊരു നിവർത്തിയില്ല. ആ ഒരു വസ്തു വാങ്ങിയാൽ വളരെ പ്രശ്നം, പല പ്രതിസന്ധികൾ, എന്നെ കൊണ്ട് വയ്യ, ഞെരുക്കം കൊണ്ട് എന്നെ കൊണ്ട് വയ്യ, കടബാധ്യത, കോടതി കേസ്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ അതിലെല്ലാം പ്രാർത്ഥനയിലൂടെ മാറ്റി ഇവിടെ നിന്ന് തന്നെ, ഈ ഏരിയയിൽ തന്നെ ഒരു ദൂതനെ അയച്ച്, കളി പോലെ ഒരു കടം വാങ്ങാൻ വന്ന ഒരു സഹോദരൻ ഫോൺ വിളിച്ച് സ്ഥലം ചോദിച്ചതുപോലെ ആ സഹോദരൻ വന്നു സ്ഥലം ചോദിച്ച് നടക്കാത്ത കാര്യം നടത്തി തന്ന ദൈവത്തിന് കോടാനകോടി നന്ദി സ്വസ്ത്രമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഇന്ന് ഇവിടെ നിർത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സിസ്റ്ററും കുടുംബത്തിനും സ്തോത്രം. ഹല്ലേലൂയ. ഓരോരോ സ്ഥലം വാങ്ങിയത് മൂലം ഒത്തിരി കടത്തേലായിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആ സ്ഥലം വിറ്റില്ലെങ്കിൽ, കടം വാങ്ങിയ സ്ഥലമാണ്. അപ്പോൾ കടക്കാരെല്ലാം കൂടി വീട്ടിൽ വന്ന് ആകെ ബഹളമായി. അപ്പോൾ സഹോദരി ചിന്തിച്ചു, ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല. കരഞ്ഞുകൊണ്ട് ചില സമയത്ത് എന്നെ വിളിക്കും. ഞാൻ പറയും, കർത്താവ് ആളെ അയക്കും. ഹല്ലേലൂയ. വസ്തു വാങ്ങാൻ്റെയും ആളയക്കും. ഹല്ലേലൂയ. ഒരിടവും പോയില്ല അല്ലേ? ഒരിടവും പോയില്ല. ആൾ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ വസ്തു വാങ്ങിച്ചോളാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അത്രയും ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അയാൾ തന്നെ വന്നു. കേസിനും പ്രശ്നങ്ങളും എല്ലാം ആ സഹോദരൻ തന്നെ തീർത്തു കൊടുത്തു. കോടതിയിൽ കെട്ടിവെക്കാനുള്ള കാശും കൊടുത്തു, വസ്തുവും താൻ മേടിച്ചു. എല്ലാം ഭംഗിയായി എന്റെ കർത്താവ് നടത്തി കൊടുത്തു. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ചും കർത്താവേ, എനിക്ക് ഈ സമയം ഈ ഭവനത്തിന്റെ മുറ്റത്തിലായിരിക്കാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊരു വൻ കാര്യം ചെയ്തു. ഞാൻ ഈ സമീപ സ്ഥലത്തിലുള്ള വ്യക്തിയാണ്. എന്നെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2022 അവസാനമായപ്പോഴത്തെ എനിക്കൊരു നടുവേദന വന്നു. ഒന്നിലധികം ഡോക്ടർമാരെ കാണിച്ചു, സ്കാൻ ചെയ്തു. അപ്പോഴെല്ലാം ഡിസ്കിന് കംപ്ലൈന്റ് എന്ന് പറയല്ലാതെ അവർ വേറെ ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഒട്ടും നടക്കാനായി കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, കിടക്കാൻ മാത്രം കഴിയും. ഒരല്പം വെള്ളമൊന്നും എനിക്ക് എടുത്ത് കുടിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ ഭവനത്തിലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഇരിക്കുന്ന നിർമ്മല എന്ന് പറയുന്ന സഹോദരിക്ക് എന്നെ നോക്കി വന്നപ്പോഴ് ഈ വിഷയം അവർ കണ്ടു. അവർക്ക് വളരെ വിഷമം തോന്നിയിട്ട് പറഞ്ഞു, ഇതുപോലെ ഭാസ്കരനാറ് സതീഷ് ഭാസ്കരൻ കുടുംബവും കൊണ്ട് എനിക്കൊരു അസുഖം വന്നപ്പോൾ അവര് പ്രാർത്ഥിച്ചാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. ഉഷയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പറയാം, അവർ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആരും വന്ന് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഈ ദേവദാസനും കുടുംബാംഗങ്ങളും അറിഞ്ഞ നാൾ മുതൽ എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിൽ വന്ന് ഞായറാഴ്ച ദിവസം ഒരു കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ രോഗത്തിന് വലിയ മാറ്റമൊന്നും വന്നു. അത് കഴിഞ്ഞ ശേഷം ആയുർവേദം മരുന്ന് കഴിച്ച് അതിലും എനിക്ക് സുഖമായില്ല. എൻ്റെ അസുഖം വേറെയായി. അവിടെ നിന്ന് തിരിച്ച് തീരെയും പ്രയാസം കൂടി വന്നപ്പോൾ അനന്തപുരി ഡോക്ടറെ മുട്ടിപ്പോയി. അവിടെ പോയപ്പോൾ അയാൾ പറഞ്ഞു MRI എടുത്തിട്ട് വരാൻ പറഞ്ഞു. 2 ദിവസമായിട്ട് MRI എടുത്ത് 2ാമത്തെ ദിവസം പൂർത്തിയായ സമയത്ത്
ഡോക്ടർ ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരാരും ഒന്നും അപ്പോഴറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞ ഭാഗം അവരോട് കാണിച്ചില്ല. അവരറിഞ്ഞിട്ട് ആ ഭാഗമൊന്നും ആശുപത്രിയിൽ വെച്ചോ വീട്ടിൽ വന്നിട്ടോ ആരും എന്നോടും പറഞ്ഞില്ല. പിന്നെ ഇനി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. എന്തിനും ഈ ചെറിയ പ്രശ്നമുണ്ട്, അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ആ രോഗം ഇല്ല എന്ന് വരുത്താനാണ് പോകുന്നത്. കൊണ്ടുപോയി ഞാൻ 2 ദിവസം വരെ ആശുപത്രി RCCയിലായി. RCCയിലാണെന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ എന്റെ വസ്ത്രത്തിൽ ഒരു ദിവസം അല്പനേരം ഇങ്ങനെ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം, പിടിച്ച് കിടത്തണം, ഈ അവസ്ഥയായി. സമയത്ത് വസ്ത്രത്തിന്റെ അറ്റത്ത് ഒരു അക്ഷരം കാണുന്നത് പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ ആ വസ്ത്രത്തിന്റെ അറ്റത്തിന്റെ സൈഡ് പിടിച്ച് നോക്കിയപ്പോഴും അതിൽ RCC എന്ന് എഴുതിയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ആശുപത്രിയിലാണ്. പക്ഷെ എനിക്ക് ഈ അസുഖം 1ാമത്തെ സ്റ്റേജോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് 4ാമത്തെ സ്റ്റേജോ എന്ന് അറിഞ്ഞൂടാ. വീട്ടുകാർ പറഞ്ഞു എനിക്ക് ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഏറ്റവും പ്രയാസകരമാണ് ഡോക്ടർമാരെ റിപ്പോർട്ട് കണ്ട ഒരു ഡോക്ടർമാരും ഞാനിനി ജീവിക്കയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചുപോയി എന്ന് ഈ ദേശം മുഴുവനും അന്ന് പറഞ്ഞ് എന്നെ ഇപ്പോൾ കൊണ്ടുവരുമെന്നും മരണ വീട്ടിൽ പോകണമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനോടെ തന്നെ ആശുപത്രിയിലായിരുന്നു. വളരെ പ്രയാസത്തിലായി. 8 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ വന്നതിന് ശേഷം ഈ ദേവദാസനും കുടുംബവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. അനേക മക്കൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നിട്ട് സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയുന്നത് എനിക്കിത്തിരി മരിച്ചാൽ മതി ദൈവമേ, എനിക്കിത്തിരി മരിച്ചാൽ മതി, ഈ ഒരു വാക്കല്ലാതെ എന്റെ വായിലൊന്നും പറഞ്ഞില്ല. എന്നെ രക്ഷിക്കണം, യേശു എന്നെ രക്ഷിക്കണമെന്ന് പറയാം എനിക്കറിഞ്ഞൂടാ. ദൈവമേ എന്നൊരു വിളി വിളിക്കാൻ എനിക്കറിഞ്ഞൂടാ. അത്ര ഞാൻ അങ്ങ് അവസ്ഥ മോശമായി. അപ്പൊ ഈ സിസ്റ്റർ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഒരു കുടുംബമായി വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയില്ല, എന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഈ അമ്മയെ എനിക്ക് തിരിച്ചു തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് കിടന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് അവർക്ക് അമ്മ ഇല്ലെന്നല്ലേ പറഞ്ഞത്, എനിക്ക് അവരുടെ വീട്ടിൽ ഒരാവശ്യം വരുമ്പോൾ എനിക്ക് പോയി ചെന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും തന്നെയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശരീരമൊക്കെ എനിക്ക് വലിയ വേദനയും, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിലെ ആത്മാവ് ഒന്ന് ശക്തി പ്രാപിച്ചു. പക്ഷെ അതിനുശേഷം എൻ്റെ രോഗത്തിന് വളരെ മാറ്റം സംഭവിച്ചു. എന്നെ ഒരു കൊച്ചു കുട്ടിയെ ശുശ്രൂഷിക്കുന്നത് പോലെയായിരുന്നു എൻ്റെ ഭർത്താവ്, 2 ആൺമക്കള്, 2 മരുമക്കള്. ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ 4-5 വർഷം കിടരോഗിയായി കിടന്നു പോകും എന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരവസ്ഥയ്ക്ക് എന്റെ കർത്താവ് എനിക്ക് മാറ്റം. 8 മാസം കംപ്ലീറ്റും RCCയിൽ പോവുകയും കീമോ എടുക്കുകയും ബ്ലഡ് അടയ്ക്കുകയും കംപ്ലീറ്റ് 8 മാസം ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം ഒക്കെ പോയ ദിവസങ്ങൾ. അവസാനമായി വന്നപ്പോൾ 4 പ്രാവശ്യം പോയ. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയും എനിക്ക് വേണ്ടി അനേകം പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു കുടുംബവുമാണ് എനിക്ക് വന്ന് എല്ലാ ഞായറാഴ്ചയും എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തത്. ദൈവം എനിക്ക് എങ്ങനെ നന്ദി എനിക്ക് പറയണം എന്ന് എനിക്ക് അറിയില്ല. എല്ലാ നന്ദിയും മാർഗവും കുറിച്ചെങ്കിലില്ല. ദൈവം നിങ്ങൾക്ക് തരട്ടെന്നും ഇനി അനേക 1000 മക്കൾക്ക് നിങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം. നല്ലൊരു സാക്ഷ്യമാണ്. ആൻറ്റിയുടെ അനുഭവത്തിൽ നിന്ന് ക്യാൻസർ 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ആ ക്യാൻസർ രോഗത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. പല പ്രാവശ്യം കീമൊക്കെ എടുത്തു. ബ്ലഡ് ഉള്ള സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവൻ എടുത്താലും കുഴപ്പമില്ല, ഇനി ഞാൻ ഒരു ആശുപത്രിയിലും ഈ അസുഖത്തിനായി ചികിത്സിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. എനിക്കെന്നെ പറ്റില്ല.
എന്ന്. പിന്നെ പല ദൈവമക്കൾ പ്രാർത്ഥിക്കും, അങ്ങ് മാറും, എനിക്ക് സൗഖ്യം കിട്ടും, 6 മാസം നല്ല ഹാപ്പിയായിട്ട് നടക്കും. അങ്ങനെ ഇരിക്കവേ ഇപ്പോഴേ എന്നെ വിട്ടുമാറാതെ വീണ്ടും ബാധിച്ചു. പല പ്രാർത്ഥനക്കാർ വന്നിട്ട് തൽക്കാലം മാറും, പിന്നെയും അത് ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കര വാശി പിടിച്ച് അങ്ങ് കിടന്ന് അല്പം ഒന്ന് സൗഖ്യം കിട്ടിയതുപോലെ തോന്നിയപ്പോൾ ഞാൻ വെളിയിൽ വന്നപ്പോൾ വീണ്ടും ആട് ഇന്നൊന്നും നിൽക്കാൻ പറ്റില്ല, തലച്ചിട്ട് ഷാപ്പിൽ നിൽക്കുന്ന. അങ്ങനെ എനിക്ക് വലിയ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ സഹോദരൻ അവിടെ എൻ്റെ മോനെ വണ്ടി നന്നാക്കി അതിൻ്റെ കാര്യം പറയാൻ എടുക്കാൻ എന്തോ വന്നപ്പോൾ ഞാൻ ബോധമില്ലാത്തവരെ പോലെ അങ്ങനെ മുറിയിൽ കൂട്ടിയിട്ടിട്ടങ്ങ് പോകും. കാര്യം എനിക്ക് തലച്ചിട്ട് ആൾ വന്നാൽ തുറന്നു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തെല്ലാം കൂട്ടിയിട്ട് പോകണം, എനിക്ക് ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും വന്നാൽ തുറന്നു കൊടുത്ത് ഞാൻ തലയടിച്ച് വീഴുന്നു പോകും തലച്ചിട്ടുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടിട്ട് പോകും. അപ്പോൾ സഹോദരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ തുറന്നു തരാൻ, പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതുവരെയാണ് എനിക്ക് ചെറിയ പ്രശ്നം, പ്രാർത്ഥനയിലല്ലാതെ മാറില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ രാത്രി 8 മണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരിയെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് നിനക്ക് അവനെ വിളിച്ച് എന്നെ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് പ്രാർത്ഥിക്കാം, അതിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 8 മണിക്ക് ശേഷം വരും ഇതിനെന്ന് പറഞ്ഞു. വന്ന് പ്രാർത്ഥിക്കാൻ നടയിൽ കയറിയതും തന്നെ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി ഞാൻ കൊച്ചു പിള്ളേരെ പോലെ അങ്ങ് ഹാപ്പിയായിട്ടാണ് നടക്കും. ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് സന്തോഷിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കിടപ്പിലാക്കിയില്ല. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മളെ ജഡത്തിന് ഒരു ശൂലം തന്നെ ഇരിക്കും, നമ്മൾ തീരെ നികയിച്ചു പോകാതിരിക്കും. അപ്പം അതിൽ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടെങ്കിലും എനിക്ക് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. എനിക്ക് എല്ലാം എൻ്റെ സുഹൃത്തുക്കളെ കാണാനും സംസാരിക്കാനും എല്ലാത്തിനും ദൈവം ഇത്രത്തോളം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ നന്ദി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷി. ആമേൻ ആമേൻ, സ്തോത്രം. എത്ര മനോഹരമായിട്ടാണല്ലേ ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ. എല്ലാവരാലും തള്ളപ്പെട്ടു, ഡോക്ടർമാരും പറഞ്ഞു ഒരു കാര്യമില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ടാലും യേശു തള്ളത്തില്ല. ഹല്ലേലൂയ. യേശു സൗഖ്യദായകൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മുഴുവൻ മഹത്വവും. ഹല്ലേലൂയ. ആര് പ്രാർത്ഥിച്ചാലും യേശു സൗഖ്യമായാലല്ലേ സൗഖ്യമാവത്തുള്ളൂ, സൗഖ്യമാക്കണം അല്ലേ കർത്താവ്. ആര് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനൊന്നും കാര്യമില്ല. ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും എൻ്റെ യേശുവിന്. ഹല്ലേലൂയ. ഇനി ആരെയും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു? സരിത ചേച്ചി വന്നാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. താൻ ഒത്തിരി ഭാരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കേട്ടോ. അമ്മച്ചി പറയാൻ സ്ഥലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു തന്റെ ജീവിതത്തിൽ. വന്നാൽ എന്റെ ചേച്ചിയെ പോലെയാണ് കേട്ടോ. എപ്പോഴെന്ത് സങ്കടം വന്നാലും അമൃതേന്ന് പറഞ്ഞ് ഫോൺ വിളിക്കും, അപ്പൊ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് യേശുവിൽ, അല്ലേ? വിശ്വാസമുണ്ട്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആപത്തിൽ നിന്ന് എന്നെ ദൈവം അമൃത സിസ്റ്റർ കുടുംബവും പ്രാർത്ഥിച്ച് എന്നെ രക്ഷിച്ചു. വലിയൊരു ആപത്ത്, കടക്കെണിയിൽ ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. അന്ന് വൈകുന്നേരം മരിക്കുമായിരുന്നു. ഞാൻ അമൃത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, സിസ്റ്റർ ഇനി ജീവിക്കാൻ എനിക്കൊരു നിവർത്തിയില്ല. ആ ഒരു വസ്തു വാങ്ങിയാൽ വളരെ പ്രശ്നം, പല പ്രതിസന്ധികൾ, എന്നെ കൊണ്ട് വയ്യ, ഞെരുക്കം കൊണ്ട് എന്നെ കൊണ്ട് വയ്യ, കടബാധ്യത, കോടതി കേസ്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ അതിലെല്ലാം പ്രാർത്ഥനയിലൂടെ മാറ്റി ഇവിടെ നിന്ന് തന്നെ ഈ ഏരിയയിൽ തന്നെ ഒരു ദൂതനെ അയച്ച് കളി പോലെ ഒരു കടം വാങ്ങാൻ വന്ന ഒരു സഹോദരൻ ഫോൺ വിളിച്ച് സ്ഥലം ചോദിച്ചതുപോലെ ആ സഹോദരൻ വന്നു സ്ഥലം ചോദിച്ച് നടക്കാത്ത കാര്യം നടത്തി തന്ന ദൈവത്തിന് കോടാനകോടി നന്ദി സ്വസ്ത്രമായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഇന്ന് ഇവിടെ നിർത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സിസ്റ്ററിനും കുടുംബത്തിനും സ്തോത്രം. ഹല്ലേലൂയ. ഓരോരോ സ്ഥലം വാങ്ങിയത് മൂലം ഒത്തിരി കടത്തേലായിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ആ സ്ഥലം വിറ്റില്ലെങ്കിൽ കടം വാങ്ങിയ സ്ഥലമാണ്. അപ്പോൾ കടക്കാരെല്ലാം കൂടി വീട്ടിൽ വന്ന് ആകെ ബഹളമായി.
അപ്പോൾ സഹോദരി ചിന്തിച്ചു, ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല. കരഞ്ഞുകൊണ്ട് ചില സമയത്ത് എന്നെ വിളിക്കും. ഞാൻ പറയും, കർത്താവ് ആളെ അയക്കും. ഹല്ലേലൂയ. വസ്തു വാങ്ങേണ്ടയും ആളയക്കും. ഹല്ലേലൂയ. ഒരിടവും പോയില്ല അല്ലേ, ഒരിടവും പോയില്ല. ആൾ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ വസ്തു വാങ്ങിച്ചോളാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അത്രയും ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അയാൾ തന്നെ വന്നു. കേസിനും പ്രശ്നങ്ങളും എല്ലാം ആ സഹോദരൻ തന്നെ തീർത്തു കൊടുത്തു. കോടതിയിൽ കെട്ടിവെക്കാനുള്ള കാശും കൊടുത്തു, വസ്തുവും താൻ മേടിച്ചു. എല്ലാം ഭംഗിയായി എന്റെ കർത്താവ് നടത്തി കൊടുത്തു. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എത്ര നല്ലവനാ അല്ലേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ.